വിദ്യാർത്ഥികളെ, വുഡ് കാർവിംഗ് ഡെമോൺസ്ട്രേറ്റ് എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും വുഡ് കാർവിംഗ് ഡെമോൺസ്ട്രേറ്റിംഗ്. വുഡ് കാർവിംഗ് ഡിസൈൻ മാർക്ക് ചെയ്യാൻ, ഒരു വുഡ് കാർവിംഗ് ഉണ്ടാക്കാൻ, വുഡ് കാർവിംഗ് ചിസൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, കാർവിംഗ് ചിസൽ ഷാർപ്പ് ചെയ്യാൻ. Materials and equipments: teak wood workpiece 120 x 30 x 310 mm, pencil, number 100 sandpaper, number 120 sandpaper, carving tools, wing compass, nose chisel, flat chisel, V-shaped chisel, gauge chisel, router plane, slipstone. Process. ടാസ്ക് 1. മരം കൊത്തുപണി പ്രദർശനം. ഡ്രോയിങ്ങിൽ നൽകിയിരിക്കുന്ന അളവനുസരിച്ച് വർക്ക് പീസ് ചതുരാകൃതിയിൽ വയ്ക്കുക. 120 x 30 x 310 mm. വിങ് കോമ്പസ് ഉപയോഗിച്ച് വർക്ക് പീസിൽ റോസ് ഫ്ലോറൽ ഡിസൈനിന്റെ ഔട്ട്ലൈൻ അടയാളപ്പെടുത്തുക. ചിത്രം 1. വൃത്താകൃതിയിലുള്ള നോസ് ഉളി ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ വരയിൽ റോസ് ഫ്ലോറൽ ഡിസൈനിന്റെ പ്രതീതി രൂപപ്പെടുത്തുക. ചിത്രം 1. ഫ്ലാറ്റ് ഉളി ഉപയോഗിച്ച് പുഷ്പരൂപകൽപ്പനയുടെ മുകുളത്തിന്റെ മധ്യഭാഗം രൂപപ്പെടുത്തുക. വി ആകൃതിയിലുള്ള ഉളി ചിത്രം 2 ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ വരയിൽ ഗ്രോവുകൾ രൂപപ്പെടുത്തി പൂക്കളുടെ ഡിസൈൻ വേർതിരിക്കുക. പരന്ന ഉളി ചിത്രം 2 ഉപയോഗിച്ച് അകത്തെ ചെറിയ പുഷ്പരൂപകൽപ്പനയിൽ പുറംവശം കോൺവെക്സ് രൂപപ്പെടുത്തുക. ഗേജ് ഉളി ചിത്രം 2 ഉപയോഗിച്ച് അകത്തെ ചെറിയ പുഷ്പരൂപകൽപ്പനയിൽ അകത്തെ ആകൃതി കോൺകേവ് രൂപപ്പെടുത്തുക. പുറം വലിയ പുഷ്പരൂപകൽപ്പനയിൽ പുറം വശം കോൺവെക്സ് ഉണ്ടാക്കുക. ഉപയോഗിച്ച് പുറം വലിയ പുഷ്പരൂപകൽപ്പനയിൽ അകത്തെ ആകൃതി കോൺകേവ് ഉണ്ടാക്കുക.
പുഷ്പരൂപകൽപ്പനയുടെ പുറം ഉപരിതലത്തിന് ചുറ്റുമുള്ള മാലിന്യഭാഗം നീക്കം ചെയ്യുക. നമ്പർ 100 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഫ്ലോറൽ ഡിസൈന്റെ അകത്തും പുറത്തും ആകൃതി മിനുസപ്പെടുത്തുക. നമ്പർ 120 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് റോസ് ഫ്ലോറൽ ഡിസൈൻ പൂർത്തിയാക്കുക. മറ്റ് റോസ് ഫ്ലോറൽ ഡിസൈൻ തയ്യാറാക്കാൻ ഇതേ നടപടിക്രമം ആവർത്തിക്കുക. കൊത്തുപണി പൂർത്തിയാക്കുക. ദയവായി ശ്രദ്ധിക്കുക, കൊത്തുപണി ചെയ്യുന്ന ഉളിക്ക് പിന്നിൽ എപ്പോഴും കൈവയ്ക്കുക. കൊത്തുപണി ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരലുകൾ അത്തരമൊരു സ്ഥാനത്ത് വെക്കുക. കത്തി തെന്നിപ്പോയാൽ അവ മുറിക്കില്ല. കത്തി എപ്പോഴും മൂർച്ചയുള്ളതായിരിക്കണം. കൊത്തുപണി ഉളി മൂർച്ച കൂട്ടൽ 60/40/20. സ്ലിപ്പ് കല്ല് തിരഞ്ഞെടുക്കുക. കല്ലിന്റെ ഉപരിതലം എണ്ണ ഉപയോഗിച്ച് നനയ്ക്കുക. ഉപരിതലത്തിൽ കട്ടിംഗ് ബെവൽ കിടത്തുക. കട്ടിംഗ് എഡ്ജ് കല്ലിൽ സമാന്തരമാകുന്നതുവരെ ഉളി ബ്ലേഡ് വെക്കുക. എണ്ണക്കല്ലിൽ ഉളി പിടിക്കുക. കല്ലിന്റെ മുഴുവൻ നീളത്തിലും വീതിയിലും ഉളി പിന്നിലേക്ക് നീക്കുക. ഉളി മറുവശത്ത് ഒരു ബർ രൂപപ്പെടുന്നതുവരെ. വിരൽത്തുമ്പിൽ ചെറുതായി തടവിയാൽ ബർ അനുഭവപ്പെടും. ഉളി മറിച്ചിടുക. കല്ലിൽ പരന്തായി വെക്കുക. ബർ അപ്രത്യക്ഷമാവുന്നതുവരെ വശങ്ങളിൽ നിന്ന് വശത്തേക്ക് തടവുക. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു വുഡ് കാർവിംഗ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, വുഡ് കാർവിംഗ് ഡിസൈൻ മാർക്ക് ചെയ്യാൻ, ഒരു വുഡ് കാർവിംഗ് ഉണ്ടാക്കാൻ, വുഡ് കാർവിംഗ് ചിസൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, കാർവിംഗ് ചിസൽ ഷാർപ്പ് ചെയ്യാൻ.